ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ സംഭവം. ഇത് ഫുഡ് വേസ്റ്റ് ഇടുന്ന ബോക്സാണ്. ഇത് നമുക്ക് ഇതിൽ വേസ്റ്റ് എടുത്ത് ബയോഗ്യാസ്, അപ്പോൾ ചെടികൾക്കൊക്കെ നമുക്ക് നല്ല വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെളിയിൽ കളയുന്നവരൊക്കെ ഇല്ലേ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഇത് തുറക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ല വീട്ടിനടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ കാണിച്ചു തരാം. അല്ല, ഇത് മുഴുവനും വരെ ചൈനക്കാർ തിന്നുന്ന പുഴുക്കളില്ലേ, ഈ പുഴുവിനെയാണ് അവർ ഫ്രൈ ചെയ്ത് തിന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റാണ്, ഇതൊക്കെ ഫുഡ് വേസ്റ്റാണ്. ഈ ഫുഡ് വേസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും. അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ട്, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ചകിരിച്ചോറ് വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഈ ചകിരിച്ചോറിനെ നല്ല പോലെ നമ്മളെ കയ്യിൽ നല്ല പൊടിയാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ചാക്കിനകത്ത് ഇരിക്കുമ്പോൾ കുറച്ച് കല്ല് പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കൈ കൊണ്ട് ഇതിനകത്ത് തന്നെ, ഈ ഫുഡ് വേസ്റ്റിനകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതിന് പകുതിയും നമ്മൾ ഇതിങ്ങനെ ഇട്ട് ഫില്ലാക്കണം. ഇങ്ങനെ ഇട്ട് ഫില്ലാക്കിയതിന് ശേഷം മതി. ഇങ്ങനെ ഫില്ലാക്കിയതിന് ശേഷം അടുത്ത നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് അതുപോലെ ഇടുക. ഇതിനകത്ത് വേസ്റ്റ് മാത്രമേ ഇടാവൂ കേട്ടോ. കവറ് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് ലഭിച്ചൊന്നും പോവില്ല. അപ്പം ആ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ നീക്കം ചെയ്യുന്ന അതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് വീണ്ടും ഇട്ടതിന് ശേഷം വീണ്ടും ഈ ചകിരിച്ചോറ് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക. മുട്ടത്തോട് ഇടണമെന്നൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്ത് ഐറ്റംസ്, പ്ലാസ്റ്റിക് ഒഴിച്ച് നമുക്ക് എന്ത് ഐറ്റംസ് ഇതിനകത്തിട്ട് ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ല സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സംഭവമായിരിക്കും ഇത്. ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള ഒരു ബോക്സ് മേടിക്കാനൊക്കെ കിട്ടും. ഇതുപോലെയുള്ള വേസ്റ്റ് ബോക്സ് മേടിച്ചതിന് ശേഷം ഇതുപോലെ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ചെടികളുണ്ടെങ്കിൽ അതിന് വളർത്താം. പിന്നെ ഇപ്പം ഗ്യാസിനൊക്കെ ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബയോഗ്യാസ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വാടക വീടാണ്. അപ്പോൾ ഈ വാടക വീട്ടിൽ തന്നെ ഈ ഓണർ ചെയ്തു തന്ന സെറ്റപ്പാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നിങ്ങളിലോട്ടും എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലോട്ടും ഇതൊക്കെ എത്തിക്കുന്നത്. ഇത് ഇനി നമ്മൾ അടച്ചിടുമ്പോൾ ഇത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളെ കണ്ടില്ലേ ആ വലിയ പുഴു, ഈ ചൈനക്കാരൊക്കെ തിന്നണ പോലത്തെ പുഴു, അത് ഇത് കൊണ്ട് പെരുകും. അതിന് ഒരു ഫുഡൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുകൊണ്ട് തന്നെ അടച്ചിട്ട് വയ്ക്കും. പ്രോബ്ലം സോൾവ്. അപ്പോൾ വീട്ടിലൊക്കെ നിങ്ങളുടെ സ്വന്തം വീട്ടിലോ അല്ല വാടക വീട്ടിലൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ ഒരു ഇഷ്യൂ ആണ്, ഫുഡ് എങ്ങനെ കളയുക അങ്ങനെയാണ്. അപ്പം സ്വന്തം വീട്ടിലും വാടക വീട്ടിലും ആണെന്നുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുക. നല്ല ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് വരും. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.